എന്താണ് ഇന്നെല്ലാവരും ലേറ്റ് ആണല്ലോ? ബിദിൽ രാജ് എന്താ ലേറ്റ് ആയത്? ഇല്ല, ഒരു മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. അജയ് ഷാജി, ഗുഡ് മോർണിംഗ്. Good morning, sir. വൈഷ്ണവ്, ഗുഡ് മോർണിംഗ്. Good morning, sir. ഇത് 9 ആളേ ഉള്ളൂല്ലോ, അല്ല 8 ആളേ ഉള്ളൂ, ഞാനടക്കം 9 ആളേ. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. Good morning, sir. തുടങ്ങിയോ? എനിക്കിവിടെ എഴുതണമായിരുന്നു, അങ്ങനെ എഴുതിയ പഠിപ്പിക്കുന്നു. ഇതുവരെ നന്ദന വന്നിട്ടില്ല. നന്ദന അബ്സെന്റാ? നന്ദനയില്ല, ഓക്കെ. അലോക്, Sir. സോ പ്രസന്റേഷൻ കാണുന്നില്ലേ? പ്രസന്റേഷൻ ആൻഡ് സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? Okay, sir. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So in our previous class, we were discussing about a particle in a square wave potential, a particle which is trapped inside a square wave potential. So how we can determine or predict the properties or the characteristics of a particle which is trapped in a square wave potential. We seen that this is not a classical particle. That means we can predict all the properties using classical mechanics. നമുക്കറിയാം ഇതൊരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ അല്ല, നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റ് പോലെയല്ല. We are dealing with a quantum particle like electron or proton. So we want to use the laws of quantum mechanics. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ what is the basic equation in quantum mechanics, or what is the fundamental equation in quantum mechanics? Bidil Raj, what is the fundamental equation which we studied in quantum mechanics? നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ച ഒരേ ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ ഏതാണ്? ഹലോ, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ച വൺ ഓഫ് ദി ഫണ്ടമെന്റൽ ഇക്വേഷൻ ഏതാണ്? ഫണ്ടമെന്റൽ ഇക്വേഷനാ? ക്ലാസിക്കൽ സാധാ മെക്കാനിക്സിൽ ഇക്വേഷൻ അല്ലേ? സാധാരണ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്ന പോലെ അതേ ഇമ്പോർട്ടൻസ് ഉള്ള ക്ലാസിക്കൽ മെക്കാനിക്സിലെ പാർട്ടിക്കിളിന്റെ മോഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ന്യൂട്ടൺസ് ലോ. സിമിലർലി, വാട്ട് ഈസ് ദ ഇക്വേഷൻ ക്വാണ്ടം മെക്കാനിക്സ് വിത്ത് സച്ച് ഇമ്പോർട്ടൻസ്? സ്കോറിംഗ് ഇക്വേഷൻ അല്ലേ? അതെ, സ്ക്രോഡിംഗേഴ്സ് ഇക്വേഷൻ. സോ if you want to derive the properties of a particle in a square wave potential, അതായത് ഒരു സ്ക്വയർ വേവ് പൊട്ടൻഷ്യലിൽ ട്രാപ്ഡ് ആയിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് അതിന്റെ എനർജി ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? We want to use Schrodinger's equation. അതാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു, we assumed that let the wave function of a particle, അതായത് ഈ സ്ക്വയർ വേവ് പൊട്ടൻഷ്യൽ ട്രാപ്ഡ് ആയിരിക്കുന്ന പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എന്താണ്? Take that psi ആണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യുക, it is psi. Then the variation of psi is given by Schrodinger's equation. Okay, അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് നമ്മൾ psiക്ക് 2me/h² k സ്ക്വയർ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ സ്ക്വയർ വേവ് പൊട്ടൻഷ്യലിന് ചില ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. ദാറ്റ് മീൻസ് psi is equal to 0 at x equal to 0 and psi is equal to 0 at x equal to L, and we determined a mathematical expression for psi of x. ഈ സ്ക്വയർ വേവ് പൊട്ടൻഷ്യലിൽ ട്രാപ്ഡ് ആയിരിക്കുന്ന പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, വേവ് ഫംഗ്ഷന്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഫോം, എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഹിയർ psi of x equal to a sin n pi by L x. Okay,
സോ അതിന് മുമ്പ് നമുക്കൊന്ന് അറ്റൻഡൻസ് എടുക്കാം. സോ റോൾ നമ്പർ 1 മുതൽ പറഞ്ഞു. 1, 2, 3 absent, 4 absent, 4, 5, 5, 6, 7, 8 absent, 9 absent, 10 absent, 11, 11, 11, 12 absent, 13 absent, 14, 15 absent, 16, 16. Okay. Okay. So continue. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്ഡ് ആയിരിക്കുന്ന പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തു. നൗ വി വാണ്ട് ടു നോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ. ഹിയർ psi of x equal to a sin n pi by l x. n എന്താണെന്ന് അറിയാം. n is integer 1 2 3 4 5 6 etc. റെസ്പോണ്ട് ചെയ്യോ? ഹലോ, ആ സാർ സാറേ വോയിസ് കട്ടാകുന്നുണ്ട്. കട്ടാകുന്നു. വെയിറ്റ്, ഒന്ന് റീകണക്ട് ചെയ്യട്ടെ. ഇപ്പൊ കാണുന്നുണ്ടോ? ആദ്യത്തെ ക്ലാസ്സിൽ ഇപ്പൊ കയറി വന്നിട്ട് 3% ഒന്നും പറയാൻ പറ്റൂല. അറ്റൻഡൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടാനും പറ്റൂല. സോ ഇപ്പൊ കാണുന്നുണ്ടോ? നെറ്റിന്റെ പ്രശ്നമുള്ള സാർ. നെറ്റിന്റെ പ്രശ്നം നീ രാവിലെ മുതലേ ക്ലാസ്സിലില്ലല്ലോ. 8:50 മുതലേ ഞാൻ നോക്കുന്നുണ്ട്. നീ ക്ലാസ്സിനായിട്ടില്ല. ഞാൻ ക്ലാസ്സിൽ Okay, so we derived an expression for wave function which is psi of x equal to a sin n pi by lx. അതായത് നമ്മുടെ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ഉള്ള പാർട്ടിക്കിൾ, ഇഫ് ദാറ്റ് ഇസ് എൻ ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, അതിന്റെ വേവ് ഫംഗ്ഷൻ നമ്മളൊരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുത്തു. നൗ വി വാണ്ട് ടു ഫൈൻഡ് വാട്ട് ഈസ് എ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് എ? എ എന്ന് പറയുന്ന ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. സോ ഫോർ ഫൈൻഡിങ് എ വി ആർ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ. So we want to find what is the value of a. So for finding a, നമ്മൾ എന്ത് ചെയ്യുന്നു? ചില ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോകണം. ഓർ വി ആർ അപ്ലൈയിങ് നോർമലൈസേഷൻ കണ്ടീഷൻ. First one is integral 0 to L psi star dx equal to 1. What is integral 0 to L psi star dx? Psi star dx എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? What is psi star dx? So നമ്മൾ ഇന്നലെ മുതലേ പറഞ്ഞു, when we are talking about wave function, psi star dx divide dz എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഏരിയ, ഒരു ലെങ്ത് dx, ഈ ബോക്സിനുള്ളിലെ ചെറിയൊരു ലെങ്ത് is taking a മൈന്യൂട്ട് ലെങ്ത് dx. ഈ dx എന്ന് പറയുന്ന ലെങ്ത്തിൽ നമ്മുടെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി, the probability of finding particle in this small length dx is called psi star dx. Okay, ചെറിയൊരു ലെങ്ത് dx, what is the probability of finding our particle? So what do you mean by integral 0 to L psi star dx? So integral 0 to L psi star dx എന്ന് പറഞ്ഞാൽ
ഇവിടെ മുതൽ ഇവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഇന്റഗ്രൽ 0 to L psi psi star dx is the probability of finding particle from 0 to L. ഈ ബോക്സിലെ 0 മുതൽ L വരെയുള്ള ഈ ലെങ്ത്തിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ? നമുക്കറിയാം, we know that particle is inside box. We are dealing with a particle inside, trapped inside a box. So we are 100% sure that particle is inside this box. That means what is the value of probability? അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്താ? അഭിരാമേ, നമുക്ക് 100% ഷുവർ ആണ് പാർട്ടിക്കിൾ ബോക്സിനുള്ളിലാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻസൈഡ് ബോക്സ്? പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്താ? അഭിരാം, sir. what is the value of probability? 1 0 1. 1 അല്ലേ പ്രോബബിലിറ്റിയുടെ മാക്സിമം വാല്യൂ 1 ആണ്. If we are 100% sure, then the value of probability is 1. So that means integral 0 to L psi psi star dx equal to 1, which is the probability of finding particle in the whole box. മുഴുവൻ ബോക്സിലും നമ്മുടെ പാർട്ടിക്കിളെ കാണാനുള്ള സാധ്യത, yeah, we are 100% sure, or the probability is maximum, which is 1. Now what is psi? Psiക്ക് നമ്മളൊരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. വാട്ട് ഈസ് psi? Psi is a sin n pi by Lx. Psiക്ക് വാല്യൂ കിട്ടി. വാട്ട് ഈസ് psi സ്റ്റാർ? എന്താ psi സ്റ്റാർ? Psi സ്റ്റാർ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഡീൽ ചെയ്യുമ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. ബട്ട് ദിസ് ഈസ് എ റിയൽ ക്വാണ്ടിറ്റി. ഇതൊരു റിയൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ഇതിൽ ഇമാജിനറി നമ്പേഴ്സ് ഒന്നുമില്ല. ദർ ഇസ് നോ ഇമാജിനറി നമ്പേഴ്സ് ഇൻ ദിസ് ഫംഗ്ഷൻ. സോ psi ആൻഡ് psi സ്റ്റാർ ആർ ഈക്വൽ. psiയും psi സ്റ്റാറും ഒന്ന് തന്നെയാണ്. Psi ഈസ് ഈക്വൽ ടു psi സ്റ്റാർ ഹിയർ. So what we can write? So we can write psi integral 0 to L psi psi star dx equal to 1 can be written as integral 0 to L a sin psi ക്ക് പകരം a sin n pi by Lx into psi star ന് പകരം psi തന്നെ, that is a sin n pi by Lx dx equal to 1. Now what is a sin n pi by Lx into same thing? So first one is a into a square. A square എന്താ? A square is constant. ഇന്റഗ്രലിന്റെ പുറത്തേക്ക് ഇടാം. ഇന്റഗ്രേഷൻ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടേക്കിംഗ് ദ കോൺസ്റ്റന്റ് a into a, എയും എയും മൾട്ടിപ്ലൈ ചെയ്താൽ a square ആവും. അത് ഇന്റഗ്രലിന്റെ പുറത്തേക്ക് ഇടുന്നു. ദെൻ ഇവിടെ എന്താ ബാക്കിയുള്ളത്? ദെൻ ദ റിമൈനിങ് വൺ ഈസ് sin n pi by Lx into sin n pi by Lx. What is that? Some sin term into some sin term. That is sin square n pi x by L dx equal to 1. So our equation becomes a square integral 0 to L sin square n pi x by L into dx equal to 1. Okay. ഇതവിടെ വെക്കുക. Take that equation there, or keep that equation there. And we know that cos 2x equal to 1 minus 2 sin square x. Cos 2x equal to 1 minus 2 sin square x. ഇങ്ങനത്തെ ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി കേട്ടിട്ടുണ്ടോ? വിതിൽ രാജ, ഇങ്ങനത്തെ ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ പ്ലസ് ടു പഠിക്കുമ്പോൾ? കണ്ട പോലെ ഉണ്ട്. കണ്ട പോലെ ഉണ്ട്. cos 2x എന്ന് പറയുന്നത് 1 minus 2 sin square x ആവും. സോ ഫ്രം ദിസ്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? sin square x equal to 1 minus cos 2x by 2. ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും sin square x equal to 1 minus cos 2x by 2. സോ sin square x എന്ന് പറയുന്നത് 1 minus cos 2x by 2 ആണ്. അങ്ങനെയെങ്കിൽ sin square n pi x by L എന്ന് പറയുന്നത് എന്താ? It should be 1 minus cos of, ഇവിടെ 2x ആണ്. sin square x, if we have dealing with sin square x ആണെങ്കിൽ we have cos 2x. So ഇവിടെ ഡീൽ ചെയ്യുന്ന sin square n pi x by L ആണ്. So cos 2 into n pi x by L divided by 2. ഒന്നുമില്ല, ഇറ്റ്സ് sin square something. അതിന് പകരം നമ്മൾ യൂസിങ് ദിസ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി we are writing this as a square constant into integral 0 to L sin square this term. Instead of that, we are writing 1 minus cos 2 n pi x by L dx by 2 is equal to 1. Okay. Now we can write this as this is 1 by 2. A square into
ഇത് 1 മൈനസ്. സോ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇത് 1 മൈനസ് സം ടേം, കോസ് ഓഫ് സം ടേം. സോ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ രണ്ട്, ഇത് 1 മൈനസ് ആണ്, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ടേം ഈസ് എ സ്ക്വയർ ഇൻറ്റു 1/2. എ സ്ക്വയർ ഇൻറ്റു 1/2. എ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ 0 to L 1/2 dx മൈനസ്, അതായത് ഈ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എഴുതുന്നു. എ സ്ക്വയർ ഇൻറ്റു this one is cos n pi, a square into cos 2n pi x by L by 2. പക്ഷെ by 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ടേക്കിംഗ് ഔട്ട്സൈഡ് dx equal to 1. സോ ഒന്നുമില്ല, ഈ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വി ആർ റൈറ്റിംഗ് ആസ് ദിസ്. ആൻഡ് നെക്സ്റ്റ് ഐഡന്റിറ്റി ഈസ്, അടുത്ത ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ് ഇന്റഗ്രൽ 0 to L cos 2n pi x by L dx equal to 0. അതർ ഒരു നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ അറിയാമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ബട്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. വി നോ ദാറ്റ് ഫ്രം ട്രിഗ്നോമെട്രി ഇന്റഗ്രൽ 0 to L cos 2n pi x by L dx equal to 0. സോ ഇന്റഗ്രൽ 0 to L cos 2n pi x by L dx equal to 0. അതിന്റെ അർത്ഥം എന്താ, ഈ ടേം മുഴുവൻ 0 ആണ്. this whole term is 0. So this gets cancelled out. So what is the remaining term? ബാക്കിയുള്ള ഇത് മാത്രമല്ലേ, എ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ 0 to L 1/2 dx equal to 1. So the remaining term in that expression is a square into integral 1/2 dx equal to 1. Now what is integral 0 to L 1/2 dx? So my question is this: integral dx. What is integral dx? ആകാശ, integral dx എന്താ? What is integral dx? ആകാശ് പ്രദീപ്. Sir. The integral dx എന്താ? X അല്ലേ? x. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. നമ്മളൊരു ലിമിറ്റ് കൊടുക്കുകയാണ്. സം a to b ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ x a to b, അതായത് b മൈനസ് a എന്ന് വരും. എക്സിന് a b കൊടുക്കുക, എക്സിന് a കൊടുക്കുക. സിമിലർലി വാട്ട് ഈസ് ഇന്റഗ്രൽ ഹാഫ് dx എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഇന്റഗ്രൽ ഹാഫ് dx? ഇന്റഗ്രൽ ഹാഫ് dx ഈസ് x by 2. ഇന്റഗ്രൽ dx x ആണ്. ഇന്റഗ്രൽ ഹാഫ് dx എന്ന് പറഞ്ഞാൽ x by 2 ആണ്. എന്താ ലിമിറ്റ് എന്താ? 0 to L. സോ 0 to L കൊടുക്കുക. സോ a സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് L എന്ന ലിമിറ്റ് കൊടുക്കുക, ദാറ്റ് മീൻസ് L by 2 മൈനസ് 0 എന്ന ലിമിറ്റ് കൊടുക്കുക, ദാറ്റ് ഈസ് 0 by 2, ദാറ്റ് ഈസ് 0. സോ ദിസ് ബിക്കം, ഇതെന്തോ L എന്ന ലിമിറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. 0 കൊടുക്കുമ്പോൾ 0 ആയി പോകും. സോ a സ്ക്വയർ L by 2 equal to 1. That means a square is equal to 2 by L. That means a is equal to root of 2 by L. So ഈ എക്ക് L എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ അല്ലെങ്കിൽ ബോക്സിന്റെ ഡയമെൻഷൻ ആണ്, ലെങ്ത് ആണ് L. സോ ഈ കോൺസ്റ്റന്റ് എക്ക് എല്ലിന്റെ ടേംസിൽ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ബൗണ്ടറി കണ്ടീഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ കണ്ടീഷൻ യൂസ് ചെയ്തത്. സോ നൗ വി ഗെറ്റ് വാല്യൂ ഫോർ L as root of 2 by L. So from equation 4 നമ്മൾ എന്തായിരുന്നു, psi of x നായിട്ട് എക്സ്പ്രഷൻ എന്തായിരുന്നു? a sin n pi by L x എന്നായിരുന്നു. സോ എക്ക് ഒരു എന്തിട്ട് കൊടുക്കാം? റൂട്ട് ഓഫ് 2 by L എന്നിട്ട് കൊടുക്കാം. സോ ദാറ്റ് ബിക്കംസ് psi of x root of 2 by L sin n pi by L x. And this is the eigen function or wave function representing a particle in a box. സോ നിങ്ങൾക്ക് ഇതിനെ eigen function എന്ന് വിളിക്കാൻ പറ്റും. സോ മാത്സിൽ നിങ്ങൾ eigen function, eigen value ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് eigen function, eigen value എന്ന്. Now only understand that this is the eigen function or the wave function representing a particle inside a square well potential. ഒരു square well potential trapped ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ, ഒരു ബോക്സിനുള്ളിൽ സ്റ്റേ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ or eigen function is given as psi of x equal to root of 2 by L sin n pi by L x. ഓക്കെ, സോ ഇത് എഴുതിയെടുത്തോ. ഇനി ഇത് ഇന്റഗ്രേഷൻ ആണ്, മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ബാക്കി ഡെറിവേഷൻ ഒക്കെ ചെയ്തു വന്നിട്ട് ഇന്നലെ എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നല്ലോ. സോ എനർജിയുടെ എക്സ്പ്രഷൻ എഴുതുക, എന്നിട്ട് eigen ഫംഗ്ഷനെ ഈ നോർമലൈസേഷൻ കണ്ടീഷൻ പറയുക. അത് കഴിഞ്ഞിട്ട് ഡയറക്ട്ലി യു ക്യാൻ സേ a is equal to root of 2 by L. ഇതൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പറയാം a is equal to root of 2 by L. So here L is the
dimension or the length of the box. L is the length of box. N is 0, 1, 2, 3. So that's it. സോ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എഴുതിയെടുക്കുന്നില്ലാത്തവർ ഇപ്പോൾ എഴുതിയെടുക്കുക. സോ ഫസ്റ്റ് വൺ നമുക്ക് എന്ത് കിട്ടി? നമുക്കൊരു വേവ് ഫംഗ്ഷന് ഒരു ഫോർമുല ഇന്നലെ കിട്ടിയിരുന്നു. എ സൈൻ എൻ പൈ ബൈ എൽ എക്സ് എന്ന് കിട്ടിയിരുന്നു. In that wave function, in that formula wave function, we are applying boundary condition integral 0 to L size dx equal to 1. അത് പ്രോബബിലിറ്റി ആണ്. ഈ വോൾ ബോക്സിൽ പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനുള്ള. ബാക്കി അങ്ങോട്ട് എഴുതിയെടുത്തു. സോ നിങ്ങൾ കോളേജിൽ വരുമ്പോൾ ഈ നോട്ടിൽ ഈ സംഭവം ഉണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയെടുക്കുക. സോ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നോർമലൈസേഷൻ കണ്ടീഷൻ. ടെക്സ്റ്റിൽ പേജ് നമ്പർ 136 താഴെ ഭാഗം മുതൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഫിഗർ ഉണ്ട്. വേവ് ഫംഗ്ഷനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 എനർജി ലെവൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഫിഗറും കൂടി നിങ്ങൾ വരച്ചെടുക്കുക. അതൊരു സൈനുസോയിഡൽ ഫിഗർ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് കാരണം വേവ് ഫംഗ്ഷൻ എന്താ സൈനുസോയിഡൽ ഫംഗ്ഷൻ ആണ്. സോ സൈനുസോയിഡൽ ഫംഗ്ഷൻ എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം. ദേവ് കിരൺ ക്ലാസ്സിലുണ്ടോ? ഇല്ല. ഓക്കെ. ആദ്യത്തെ എഴുതിയെടുക്കുന്നുണ്ടോ? ആ സാർ എഴുതുന്ന സാറേ ഒന്ന് മേലോട്ടാക്കോ. ഓക്കെ, 1 മിനിറ്റ്. സോ സെമസ്റ്റർ എക്സാമിന് ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള ചോദിക്കാൻ സാധ്യതയുള്ള വൺ ഓഫ് ദി ഡെറിവേഷൻസ് ആണ് ഇത്. സോ എത്രത്തോളം ഈ ഡെറിവേഷൻ എത്രത്തോളം പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും മുഴുവൻ ഡെറിവേഷൻ ഒന്നും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. സോ നിങ്ങളേതായ രീതിയിൽ പഠിക്കുക.
ഒന്ന് ഒരു ഡെറിവേഷൻ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ആയിരിക്കും. സോ ഒന്നെങ്കിൽ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ അല്ലെങ്കിൽ എനർജി ഓഫ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പം ചോദിച്ചിരിക്കുന്നത് ഈ ഡെറിവേഷൻ തന്നെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഹെഡിങ് ഒക്കെ ശരിക്കും അറിഞ്ഞിരിക്കണം. സോ വൺ ഓഫ് ദി ഹെഡിങ് ഈസ് വൺ ഡയമെൻഷണൽ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. സോ അതൊക്കെ അറിഞ്ഞിരിക്കണം. വൺ ഡയമെൻഷണൽ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഓർ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന ഡെഫിനിഷൻ മാത്രം ഓർത്ത് വെച്ചു. എക്സാമിന് വരുന്നത് വൺ ഡയമെൻഷണൽ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ആണെന്ന് വരുന്നത് എങ്കിൽ നമ്മൾ വിചാരിക്കും ഇതെന്തോ വേറെന്തോ സംഭവം എന്ന് വിചാരിക്കും. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്. ഇതിന്റെ വരാവുന്ന ചോദ്യങ്ങളുടെ സാധ്യതകളൊക്കെ ചിന്തിച്ച് വെക്കുക. സോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമായിരിക്കും, ചോദ്യം മനസ്സിലായിട്ടുണ്ടാവില്ല. സോ അത് അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവസാനം അറിയാവുന്ന ഉത്തരം എഴുതി വെക്കാതിരിക്കുന്ന അവസ്ഥ വരരുത്. പിന്നെ ഫിഗേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗറിനായിരിക്കും മാർക്ക് 2-3 മാർക്ക് ഓരോ ഫിഗറിനും വരും. സോ ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും ഫിഗറെങ്കിലും വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ആകാശ നെറ്റ്വർക്കിന് പ്രോബ്ലം ഉണ്ടോ? നെറ്റിന് പ്രോബ്ലം ഉണ്ടോ? പ്രശ്നമുണ്ടോ? ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്. കട്ടായിട്ട് ബാക്ക് പോകുന്നു. ഓക്കെ, സോ നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞില്ല 136 and 137 ഇതിൽ ഡെറിവേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് നോക്കി ചെയ്യാം. സോ അവസാനം നമുക്ക് ഈ മൊഡ്യൂളിൽ ഒരു അവസാനത്തെ ഒരു ടോപ്പിക് കൂടി ഡീൽ ചെയ്യാനുണ്ട്. സോ വി ആർ ഗോയിങ് ടു ദാറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. That is quantum mechanical tunneling. So we are drawing a potential. ആദ്യം ഒരു പൊട്ടൻഷ്യൽ വരയ്ക്കാൻ പോവാണ്. That means a potential barrier. I am drawing a potential barrier. Assume this is some potential barrier. This is another region. So, this is region 1. Let's say this is region 1. ഈ ഒരു ഏരിയയുടെ പേരാണ് റീജിയൻ 1 ആൻഡ് ദിസ് ഈസ് റീജിയൻ 2 ആൻഡ് ദിസ് ഈസ് റീജിയൻ 3. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കൺസെപ്റ്റാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. സോ വാട്ട് ലെറ്റ്സ് സേ ദ എനർജി ഓഫ് ദിസ് പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് V0. ഈ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ എനർജി V0 ആണെന്ന് വിചാരിക്കുക. അതായത് ഇതൊരു മതിലാണെന്ന് വിചാരിക്കുക. നൗ എ പാർട്ടിക്കിൾ ഈസ് കമ്മിങ്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ടേംസിൽ ഒരു വേവ്, കൺസിഡർ അസ്യൂം എ വേവ് ഈസ് ഇൻസിഡന്റിങ് ഓൺ ദിസ് പൊട്ടൻഷ്യൽ ബാരിയർ ഓർ വാൾ. ഈ പൊട്ടൻഷ്യൽ ബാരിയറിൽ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു വേവ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഇഫ് ദ എനർജി ഓഫ് ദ വേവ് ഓർ ദി പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ V0, പൊട്ടൻഷ്യൽ ബാരിയറിന്റെ എനർജിയേക്കാൾ കുറവാണെന്ന് വിചാരിച്ചു എനർജി. സോ വാട്ട് ഹാപ്പൻസ്? എന്ത് സംഭവിക്കും? സോ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കാനാണ് സാധ്യത? വിശാലെ, എന്ത് സംഭവിക്കും? നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ മറികടക്കാൻ പാർട്ടിക്കിളിന് പറ്റുമോ? വേവിന് പറ്റുമോ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. വിശാൽ, ഇല്ലല്ലോ, കേൾക്കുന്നില്ല? പറ്റൂല, കാരണം ബാരിയർ പൊട്ടൻഷ്യലിന്റെ എനർജിയേക്കാൾ എനർജി കുറവാണ്. സോ ദാറ്റ് ഈസ് ലോജിക്കൽ. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ്, ദിസ് വേവ് ഓർ ദിസ് പാർട്ടിക്കിൾ ക്യാൻ കവർ ഓർ ക്യാൻ
get transmitted to region 2. Region 2ലേക്കും region 3ലേക്കും മറികടക്കാൻ, ഈ പൊട്ടൻഷ്യലിനെ മറികടന്നു പോകാൻ പറ്റില്ല. That is because energy is less than V0. But in quantum mechanics, according to the laws of quantum mechanics, there is a finite chance, or there is a finite probability for particle to be transmitted into region 3, even if the energy is E less than V0. According to the laws of quantum mechanics, നമ്മൾ quantum mechanics ആണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ, according to laws of quantum mechanics, there is a finite probability of particle reaching region 3. Region 2 അല്ലെങ്കിൽ region 3ൽ ഈ പാർട്ടിക്കിൾ എത്താനുള്ള ഒരു ഫൈനൈറ്റ് പ്രോബബിലിറ്റി, ഒരു നേരിയ സാധ്യത കാണുന്നുണ്ട് according to quantum mechanics. And this phenomenon of tunneling through a potential barrier, ഒരു പൊട്ടൻഷ്യൽ ബാരിയറിൽ കൂടി ടണൽ ചെയ്ത് ഒരു പൊട്ടൻഷ്യൽ ബാരിയറിന്റെ അപ്പുറം കിടക്കുക, that phenomenon is called quantum mechanical tunneling. So simply, according to classical mechanics, ഒരു വേവ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ തട്ടിക്കഴിഞ്ഞാൽ there will be reflection, ഒരു റിഫ്ലക്റ്റഡ് വേവ് ഉണ്ടാവും. ട്രാൻസ്മിറ്റഡ് വേവ് ഉണ്ട്. എപ്പോഴാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? ഇഫ് എനർജി ഇസ് ഗ്രേറ്റർ ദാൻ V0, പാർട്ടിക്കിൾ എനർജി V0 ബാരിയർ പൊട്ടൻഷ്യലിനേക്കാൾ വലുതാണ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ V0, we can say it will cover, or it will overcome the barrier potential and reach the region 2 and region 3. But according to classical mechanics, energy കുറവാണ്. If energy is less than V0, there is no probability of finding particle in this region. ഈ ഒരു റീജിയനിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത 0 ആണ്. But according to laws of quantum mechanics, if this is a quantum particle and we are treating this with quantum mechanics, then there is a finite probability of finding particle in this region 3. ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഈ പൊട്ടൻഷ്യലിലൂടെ ടണൽ ചെയ്ത് വരും. അതായത് എന്താ പറയാ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടണലിങ്, തുറന്ന് അടിയിലെ ഇപ്പം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അപ്പുറത്തെ റീജിയനിൽ കടന്ന പോലെ ആയില്ലേ. സോ ദാറ്റ് ഈസ് കോൾഡ് ടണലിങ്. എന്താണ് ടണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. സോ ദിസ് ഫിനോമിനൻ ഓഫ് ടണലിങ് ത്രൂ എ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് കോൾഡ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്. വൈ ദിസ് ഹാപ്പൻസ്? എന്തുകൊണ്ടാണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ് നടക്കുന്നത്? ദിസ് ഈസ് ഡ്യൂ ടു ദ വേവ് നാച്ചർ ഓഫ് this particle. This is due to the wave nature of particle. We know, according to de Broglie's hypothesis, particle എന്ന് പറയുന്നത് എന്താ? It is also a wave. അതൊരു വേവും കൂടിയാണ്. So due to this wave behavior, there is a finite probability of finding particle here. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇൻസിഡന്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന് ഒരു വേവ് ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുക്കുന്നു, psi of xt. സോ നമ്മൾ ഇഫ് വി പുട്ട് ദാറ്റ് ഇൻ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ, നമ്മളത് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ചില കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി കഴിയുമ്പം we will see ഈ റീജിയനിൽ we will see a finite probability of finding particle in this region. If this region is d of x, then we will find a finite probability. ഈ ചെറിയൊരു റീജിയനിൽ ഈ ബാരിയർ പൊട്ടൻഷ്യലിന് ഇപ്പുറത്ത് പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത നമുക്ക് കിട്ടും when solving the wave function of particle which is incident on this barrier potential. So simply quantum mechanical tunneling എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? ടണൽ ചെയ്യുന്നു. എന്തിൽ കൂടി? ബാരിയർ പൊട്ടൻഷ്യലിൽ കൂടി. എന്നിട്ട് വേറൊരു അപ്പുറത്തെ റീജിയനിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് സിംപ്ലി ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്. സോ ഇത് 3 മാർക്കിന് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. സോ ഫിഗർ വരയ്ക്കുക. ആദ്യം പറയുന്ന ക്ലാസിക്കലി എന്താണ് സാധ്യത? എനർജി കൂടുതൽ, ഇഫ് എനർജി ഇസ് ഗ്രേറ്റർ ദാൻ V0 എന്ത് സംഭവിക്കും? എനർജി ലെസ് ദാൻ V0 ക്ലാസിക്കലി എന്താണ് നമ്മൾ വിചാരിക്കുക, അല്ലെങ്കിൽ സാധ്യത, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ്. അത് കഴിഞ്ഞ് അക്കോർഡിംഗ് ടു ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ദർ ഈസ് എ ഫൈനൈറ്റ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ. അതാണ് ടണലിംഗ് എന്ന് പറയുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അറ്റ് ലാസ്റ്റ് അതിന് 2 എക്സാമ്പിളും കൂടി നമ്മൾ പറയുന്നു. വാട്ട് ഈസ് എക്സാമ്പിൾ? ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് എമിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഫ്രം റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ്. എമിഷൻ ഓഫ് alpha particles from nucleus. ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നു. ബട്ട് ന്യൂക്ലിയസ് എന്ന് നമ്മൾ പറയുന്ന സെന്റർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി പൊട്ടൻഷ്യൽ. അതിന് ഹൈ എനർജി ഉണ്ട്. ഒരു സബാറ്റോമിക് പാർട്ടിക്കിളിനെ പോലും പുറത്തേക്ക് വിടാൻ പറ്റാത്ത അത്രത്തോളം എനർജി ഉള്ള ഒരു സെന്റർ ആണ് എന്ത്? ന്യൂക്ലിയസ്. സോ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിന്റെ പൊട്ടൻഷ്യലിനെ കവർ ചെയ്യാൻ ആൽഫ പാർട്ടിക്കിളിന് പറ്റില്ല. When comparing the energy of nucleus with that of alpha particle,
when comparing barrier potential offered by nucleus comparing to the energy of alpha particle, the alpha particle energy ന്യൂക്ലിയസ് ഓഫർ ചെയ്യുന്ന ബാരിയർ പൊട്ടൻഷ്യലും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു തരത്തിലും ആൽഫ പാർട്ടിക്കിൾസിന് ന്യൂക്ലിയസ് വിട്ടുപോകാൻ പറ്റില്ല. ബട്ട് വി സി നമുക്ക് ആൽഫ പാർട്ടിക്കിൾ എമിഷൻ കാണാൻ പറ്റുന്നുണ്ട്. ന്യൂക്ലിയസിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? ആൽഫ പാർട്ടിക്കിൾസ് കവർ ചെയ്യുന്നുണ്ട്. വെൻ സോ അവിടെ എന്താണ്? അവിടെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് നടക്കുന്നുണ്ട്. So there exists quantum mechanical tunneling. That means quantum mechanical tunneling is a valid process. അല്ലെങ്കിൽ ശരിക്കും നടക്കുന്ന സംഭവമാണ്. And one of the best example is emission of alpha particles from nucleus. Another one is barrier penetration in tunnel diode, Josephson junction, and electron tunneling in. സോ ഇത് ജസ്റ്റ് എക്സാമ്പിൾ എന്ന രീതിയിൽ പഠിച്ചാൽ മതി. ഇതിന്റെ പ്രവർത്തനം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രോൺ ടണലിംഗ് ഇൻ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ടണലിംഗ് മൈക്രോസ്കോപ്പ്, SEM, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം. സോ ദീസ് ആർ ദി വൺ ഓഫ് ടു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ഓർ ദി കേസ് ഇൻ വിച്ച് ഒബ്സർവ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിൽ. നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിൽ ഇലക്ട്രോൺ, ആൽഫ പാർട്ടിക്കിൾസ് അങ്ങനെ തുടങ്ങിയ പല ചെറിയ സബാറ്റോമിക് പാർട്ടിക്കിൾസിന്റെ കേസിലും ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ വി ഡിസ്ക്രൈബ്ഡ് ഓർ ഡിസ്കസ്ഡ് വാട്ട് ഈസ് ദ മെക്കാനിസം ബിഹൈൻഡ് ദിസ് ഫിനോമിനോൺ. സോ എന്താണ് സംഭവം എന്ന് പഠിച്ചു, എന്താണ് ഇതിന്റെ പിന്നിലെ പ്രോപ്പർട്ടി എന്ന് പഠിച്ചു, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ റീസൺ എന്ന് പഠിച്ചു, വേവ് ബിഹേവിയർ ആണ്, അതിന് 2 എക്സാമ്പിളും പഠിച്ചു. സോ നിങ്ങൾക്ക് 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതാനുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, സോ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി സംശയമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. 3rd മൊഡ്യൂൾ ഇവിടെ കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ക്ലാസ്, ഈ മൊഡ്യൂളിൽ ഒരു എക്സ്ട്രാ ക്ലാസ്സും കൂടി വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി എടുത്തു തരാം. ഏതെങ്കിലും ഒരു ഡെഫിനിറ്റ് നിങ്ങൾ പറയുന്ന ഒരു സ്പെസിഫിക് പാർട്ട്, അല്ലെങ്കിൽ നമുക്ക് നാളെ മുതൽ 4th മൊഡ്യൂൾ തുടങ്ങും. ഇതിൽ അസൈൻമെന്റ് ഒക്കെ അതിൻ്റെ ടൈമിൽ ലിൻവേസിൽ അപ്ഡേറ്റ് ആയിരിക്കും. ഓക്കെ, സോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ? പിന്നെ ഞാൻ ലിൻവേസിൽ അസൈൻമെന്റ് ചെക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഇന്ന് ചെക്ക് ചെയ്യും. അപ്പം അസൈൻമെന്റ് ആരെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ, ഇത് ഓഫ്ലൈൻ ആയിട്ട് ഇവിടെ വെക്കാത്തവരാരെങ്കിലും ലിൻവേസിലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ അതിന്റെ മാർക്ക് കുറയും. റെമഡിയൽ ആക്ഷൻ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഇന്നലെ 2-3 സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാക്കിയുള്ളവരൊക്കെ ടൈമിന് സബ്മിറ്റ് ചെയ്യുക. റെമഡിയൽ ആക്ഷൻ എനിക്ക് വേണ്ടിയല്ല പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ അത് ഓർമ്മയുണ്ടാവുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുന്നവരെ എഴുതാനാണ് പറഞ്ഞത്, അല്ല ഞാൻ ഇത്ര പ്രാവശ്യം എഴുതാൻ വേണ്ടിയിട്ടൊന്നുമില്ല പറഞ്ഞത്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് ടഫാണ്. നമ്മൾ കഴിഞ്ഞ പഠിച്ച 2 മൊഡ്യൂളുകൾ പോലെ കമ്പാരേറ്റീവ്ലി ഈസി അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള ഒരു സയൻസ് അല്ല ക്വാണ്ടം മെക്കാനിക്സ്. സോ നിങ്ങൾക്ക് നാനോ ടെക്നോളജിയാണ് പഠിക്കാൻ എളുപ്പം തോന്നുമെങ്കിൽ അത് പഠിക്കുക. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് വിടരുത്. അതിൽ ഒരുപാട് പ്രോബ്ലം സെക്ഷൻ മൊത്തം ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഓക്കെ, അഭിജിത്ത് ഒന്നും പറയാനില്ല? അഭിജിത്ത്, നിന്റെ മൈക്കിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അഭിജിത്ത് ലെഫ്റ്റ് ആയി. ഓക്കെ, സോ താങ്ക് യു. ഹലോ സാർ. ഹലോ. ക്ലാസ് കഴിഞ്ഞു പോയിക്കോ.